Hello everyone, welcome back to Sruthi's Pharma world. LBS notification കാത്തിരിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത. BSc Nursing, BSc MLT, BSc Perfusion Technology, BSc Medical Radiological Technology, BSc Optometry, BPT, BSc-LP, BCVT, BSc Dialysis Technology, BSc Occupational Technology, BSc Medical Imaging Technology, BSc Medical Radiotherapy Technology, BSc Neurotechnology തുടങ്ങിയ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2021-22 അധ്യയന വർഷത്തിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് www.lbscenter.kerala.governmentin എന്ന വെബ്സൈറ്റിൽ കയറുകയാണ്. www.lbscenter.kerala.governmentin എന്ന വെബ്സൈറ്റിൽ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് മേൽപ്പറഞ്ഞ കോഴ്സുകൾക്ക് അപേക്ഷ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓൺലൈൻ അല്ലാതെയും ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി ചലാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ആ ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ പോയി ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. www.lbscenter.kerala.governmentin എന്ന വെബ്സൈറ്റിൽ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ജനറൽ SCBC കാറ്റഗറിക്കാർക്ക് അപേക്ഷാ ഫീസ് 600 rupees ആണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ അത് 300 rupees ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപേക്ഷാ ഫീസ് ഓൺലൈനായോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വഴിയോ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ www.lbscenter.kerala.governmentin എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേരിയസ് അലോട്ട്മെന്റ് എന്ന ഓപ്ഷനിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ വെബ്സൈറ്റ് മറക്കരുത്. www.lbscenter.kerala.governmentin ആ വെബ്സൈറ്റിൽ കയറിയിട്ട് വേരിയസ് അലോട്ട്മെന്റ് എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ ആവുന്ന ഒരു പേജിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്ന് കാണാം. ഓക്കെ, ആ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്ന ഓപ്ഷന് താഴെ കാണുന്ന അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് 2021. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ന്യൂ കാൻഡിഡേറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ, അതായത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ അതിനകത്ത് എൻ്റർ ചെയ്യണം. അങ്ങനെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ അപേക്ഷാ ഫീസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ മറന്നിട്ടില്ലല്ലോ. 2 രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാം. ഒന്ന് ഓൺലൈനായാണ്, മറ്റൊന്ന് ചലാൻ ഉപയോഗിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി അതിനകത്ത് ചലാൻ ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് ഫീസ് അടയ്ക്കുക. ഓൺലൈനായി അപേക്ഷാ ഫീസ് അടയ്ക്കുന്നവർക്ക് ഓൺലൈനായി തന്നെ അതിൻ്റെ അപേക്ഷാ ഫോം ഫിൽ ചെയ്ത് നൽകാവുന്നതാണ്. മറിച്ച് ഫീസ് അടച്ചത് ചലാൻ ഉപയോഗിച്ച് ബാങ്കിൽ പോയിട്ടാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഫീസ് അടച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും, അതിനകത്ത് ചോദിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം അപേക്ഷാ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഇതൊന്നും മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുത്. ഇതൊക്കെ സീക്രട്ട് ആയിരിക്കണം.
ഇനി അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ മുതലായവ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ കാറ്റഗറിക്കും ഏതൊക്കെ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. ഏജ് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങൾക്ക് റിസർവേഷൻ, കൺസെഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വാലിഡ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം. പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുകയാണ് അടുത്ത ഘട്ടം. അപ്പോൾ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീമിൽ വരുന്ന കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്, LBS വഴി അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അധികം വൈകാതെ കാണാം. താങ്ക്